കത്തിപ്പോയി. അടിപൊളി. എനിക്ക് വിശക്കുമ്പോഴൊക്കെ സാൻഡ്വിച്ച് തിന്നണമെന്ന് തോന്നുന്നു. ആദ്യം ഞങ്ങൾ എന്താണ് മോഷ്ടിക്കേണ്ടത്? പണമാണോ? ആഭരണമാണോ? അല്ല, ഒരു വിഷറിയാണ്. വിസറിയോ? എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജൂലി, നിന്റെ സംസാരത്തെ ഒരിക്കലും ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ആത്മനിയന്ത്രണമാണ് നമുക്ക് വേണ്ടത്. അതാദ്യം നീ മനസ്സിലാക്കണം. ഓക്കെ ജൂലി? കൊള്ളാം. എങ്കിലിന്റെ വൈദ്യുത ഗ്യാസ് നിറഞ്ഞ 16 വയസ്സാവുമ്പോഴേക്ക് ഞാൻ പൊട്ടിത്തെറിക്കും. ഡ്രഗോയെ കണ്ടുപിടിച്ചിരിക്കുന്നു. ജൂലി, നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ വന്നോ? ജാക്ക് ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ആ വിഷറി ഇവിടെ എവിടെയെങ്കിലും കാണും. എനിക്കത് ഉറപ്പാണ്. ഇവിടെ മുഴുവനും അരിച്ചു പെറുക്ക്. ഞങ്ങൾ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജോലി നന്നായി നടക്കട്ടെ. നമുക്കിതിലൊരു നല്ല ഭാവി ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ഭാവി ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞാലോ? എന്താ ഇത്? ഈ അനുയായികളൊക്കെ ഡ്രാഗയോടെ തീപ്പടയായോ? ജാക്കി ചാൻ, നമ്മൾ കുറെ കാലമായല്ലോ ഒന്ന് കൂടിയിട്ട്. ഞാൻ വേഗം ശ്രദ്ധ തിരിക്കാം. നീ വേഗം ചീഫിന്റെ ട്രക്കിൽ കയറി ഇരുന്നോ. വേഗം പോ. പക്ഷെ ജാക്കി, എന്നോട് നീ തർക്കിക്കേണ്ട. പറഞ്ഞു മനസ്സിലായോ? പൊളിഞ്ഞിരിക്കാതെ പുറത്തേക്ക് വാ മോനെ. അനങ്ങരുത് ഡ്രഗോ. എനിക്ക് സമ്മതമാണ്. ഹലോ ജാക്കി അങ്കിൾ. ഗുഡ് ബൈ പറഞ്ഞോ ജോലി? ജൂലിയെ ഞാൻ രക്ഷിക്കാം. ജാക്കി, നീ ഡ്രഗോയെ നോക്ക്. ഇതാണ് അനശ്വരമായ വിഷറി. പഴയ മുറ തന്നെ പ്രയോഗിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ചൂട് ഞാനിപ്പോ ഒന്ന് മാറ്റിത്തരാം. കത്തേറിയാൻ റെഡി ആയിക്കോളൂ പെണ്ണേ. ഇനി എന്തെങ്കിലും ഒഴിച്ച് വൃത്തിയാക്കി തരണോ? നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ആ വിഷറി എടുക്ക. ഒരു വിശറയ്ക്ക് വേണ്ടിയായിരുന്നു ഈ സാഹസങ്ങൾ. വെറും വിസറിയല്ല, അനുസരന്മാരുടെ വിസറിയാണത്. ഡ്രാഗോ ആ വിസറിയിൽ നിന്ന് തീ എന്ന കാറ്റുഭൂതത്തെ ആവാഹിച്ചെടുക്കാൻ നോക്കുകയാണ്. പക്ഷേ അങ്കിൾ, നമ്മൾ ഇപ്പോൾ 7 പിശാചുക്കളെ നശിപ്പിച്ചു കളഞ്ഞില്ലേ, പിന്നെ അങ്കിൾ എന്തിനാ പേടിക്കുന്നത്? നിന്റെ തലച്ചോറിനൊന്ന് പണി കൊടുക്ക്. ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ഭൂതത്തെ കുറിച്ചാണ്, മറ്റുള്ള ഭൂതങ്ങളെ കുറിച്ചല്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണ ഭീമ. 1000 വർഷങ്ങൾക്ക് മുമ്പ്